ഊരുട്ടമ്പലം ഗോവിന്ദമംഗലം കുമ്പളത്ത് ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രത്തിലെ ദേവീഗോളക പ്രതിഷ്ഠയും ശ്രീ ഗണപതി അമ്പലവും ഉപദേവന്മാരുടെ പ്രതിഷ്ഠയും ഉത്സവവും പൊങ്കാലയും നടന്നു. പൊങ്കാല സമർപ്പിക്കാനായി നിരവധി പേരാണ് ക്ഷേത്രസന്നിധിയിലെത്തിയത്. അവസാന ദിവസം സമൂഹ പൊങ്കാല, നാഗരൂട്ട്, താലപ്പൊലി, കൈകൊട്ടിക്കളി എന്നിവ ക്ഷേത്രസന്നിധിയിലുണ്ടായിരുന്നു. മഹാഗണപതി ഹോമവും അന്നദാനവുമൊക്കെ ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ പ്രാർത്ഥനയ്ക്കെത്തുന്നവർക്ക് ഒട്ടേറെ മംഗളകാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നാണ് ഇവിടെ എത്തുന്നവർ പറയുന്നത്. ക്ലേശങ്ങൾ പരിഹരിച്ച് നേർവഴിക്ക് നടത്താൻ ദേവിയുടെ ദർശനം ഗുണം ചെയ്യുന്നുണ്ടെന്നും ഭക്തരും ക്ഷേത്ര ഭാരവാഹികളും അഭിപ്രായപ്പെട്ടു. ഇവിടെ കുമ്പളത്ത് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിനോടനുബന്ധിച്ച് 250 വർഷങ്ങൾക്ക് മുമ്പുള്ള കുടുംബ വീട് ഈ ക്ഷേത്രത്തിന് സമീപം ഉണ്ടായിരുന്നു. ഈ കുടുംബത്തിലെ മുത്തശ്ശൻ ഈശ്വരപിള്ളയും മുത്തശ്ശി പാർവതിയമ്മയും അവരുടെ പരമ്പരയിൽപ്പെട്ട അവരുടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബ വീട് ഇതിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പേര് കുമ്പളത്തെ വീട്. മക്കൾ ഭാഗീരഥിയമ്മ, ഭാർഗവിയമ്മ, ലക്ഷ്മിക്കുട്ടിയമ്മ, ചെല്ലമ്മ, വേലിപ്പിള്ള, കുഞ്ഞകൃഷ്ണപിള്ള. മരുമക്കൾ വള്ളത്തള പത്മനാഭപിള്ള, കൃഷിമംഗലം ആർ കെ കൃഷ്ണപിള്ള, തുമ്പറ നീലകണ്ഠപിള്ള, നെയ്യൂർ ചെല്ലപ്പൻപിള്ള. ഇവരിൽ പത്മനാഭപിള്ള നെയ്യാറ്റിക്കര ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു. ആർ കെ കൃഷ്ണപിള്ള തിരുവിതാംകൂറിലെ ആദ്യത്തെ മലയാളിയായ പോലീസ് മേധാവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരുമകൻ എൻ ചന്ദ്രശേഖരൻ നായർ, IG ചന്ദ്രശേഖരൻ നായർ, തിരുവനന്തപുരം, തിരുക്കൊച്ചി, കേരളം എന്നീ 3 സംസ്ഥാനങ്ങളിൽ പോലീസ് മേധാവിയായിരുന്നു. അദ്ദേഹമാണ് തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമിയെ വെട്ടിയ കേസ് അന്വേഷിച്ചതും ചാർജ് കൊടുത്തതും. മാത്രമല്ല, ഈ കേസ് ആദ്യ വിചാരണ നടത്തിയ കോടതി ജഡ്ജിയായിരുന്നു ജഡ്ജി ശ്രീ വേലിപ്പിള്ള. അദ്ദേഹവും ഈ കുടുംബത്തിൻ്റെ ഒരംഗമാണ്. പ്രഗത്ഭരായ ഇവർ കൂടി ഉൾപ്പെട്ടതാണ് ഈ കുമ്പളത്ത് കുടുംബം. ആ കുടുംബത്തിൻ്റെതാണ് ഈ മഹാക്ഷേത്രം. ഇതിന് മറ്റൊരു കഥ കൂടിയുണ്ട്. ആദ്യകാലം ഇതൊരു തെക്കതായിരുന്നു. ഈ തെക്കതിനെ ഒരു ക്ഷേത്രത്തിലേക്ക് രൂപകൽപ്പന ചെയ്തത് ഇതിൻ്റെ ഇപ്പോഴത്തെ രക്ഷാധികാരി ശ്രീ പ്രൊഫസർ KV കൃഷ്ണൻ നായരാണ്. അദ്ദേഹമാണ് ഇതിനാദ്യമായി ഒരു ക്ഷേത്രത്തിൻ്റെ രൂപത്തിൽ കൊണ്ടുവന്നതും ഈ വിധത്തിൽ മോടി പിടിപ്പിക്കാൻ കാരണക്കാരനും അദ്ദേഹമാണ്. അതിനുശേഷം ഇത് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. കുമ്പളത്ത് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. അത് ഇതിൻ്റെ മുൻ പ്രസിഡന്റും രക്ഷാധികാരിയുമായിരുന്ന ശ്രീ K മാധവൻ നായരാണ്. അതിനുശേഷം പ്രസിഡന്റായി IG ചന്ദ്രശേഖരൻ നായരുടെ മകൻ ശ്രീ നാരായണൻ നായർ ആയിരുന്നു പ്രസിഡന്റ്. അതിനുശേഷം ഇതിൻ്റെ രക്ഷാധികാരി കുമ്പളത്ത് വിജയമ്മ കുഞ്ഞമ്മയായിരുന്നു. എൻ്റെ കുഞ്ഞമ്മയാണ്, വിജയമ്മ കുഞ്ഞമ്മയായിരുന്നു. അതിനുശേഷം ഈ പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഏറ്റെടുത്തു. ഞാൻ പ്രസിഡന്റായിട്ട് ഏകദേശം 10 കൊല്ലമായി. അതിനുശേഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു. ഇതൊരു മഹാക്ഷേത്രമായി ഉയർന്നു. ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായി രൂപീകരിക്കുന്നതിന് വളരെയധികം സാമ്പത്തിക സഹായം രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഈ കുടുംബാംഗങ്ങൾ, ഈ വിദേശ രാജ്യത്തുള്ള ഇതിൻ്റെ കുടുംബാംഗങ്ങൾ നിർലോഭം സഹകരണം തന്നിട്ടുണ്ട്. അതിനെ സമാഹരിക്കാൻ സഹായം ലഭിച്ചത് ഇതിൻ്റെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ശ്രീ വേണുഗോപാൽ വഴിയാണ്. ഇതിൻ്റെ സെക്രട്ടറി ചന്ദ്രകുമാർ, ഇതിൻ്റെ ട്രഷറർ ഗോപകുമാർ, ഇതിൻ്റെ ജോയിന്റ് സെക്രട്ടറി ജിതേഷ്, പിന്നെ മറ്റേ കമ്മിറ്റി അംഗങ്ങൾ ഒരുപാട് പേര് ഇതിൻ്റെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇതിൻ്റെ ഉത്സവമാണ്. ഇതിനിടയിൽ ഇന്നലെ ഇതിൻ്റെ പുനഃപ്രതിഷ്ഠ നടന്നിരുന്നു. ഒരു ഗോളക പ്രതിഷ്ഠ നടന്നു, ഗണപതിയുടെ പ്രതിഷ്ഠ നടന്നു.
അങ്ങനെ വിവിധ മേഖലകളിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നിർലോഭം സഹകരിച്ച് സാമ്പത്തിക സഹായം ചെയ്ത, ഇവിടുത്തെ നേരിൽ വന്ന് കണ്ട് സാന്നിധ്യം അറിയിച്ച എല്ലാ കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും വിനയപൂർവ്വം നന്ദി അഭ്യർത്ഥിക്കുന്നു. ഞാനിവിടെ അമ്പലത്തിൽ കുടുംബാംഗങ്ങളുമായി വന്നതിന് ശേഷം നേരത്തെ ഉണ്ടായിരുന്ന ആചാരങ്ങളൊക്കെ മാറി ഒരു ഗോളക പ്രതിഷ്ഠയും പിന്നെ നമ്മുടെ ഗണപതി അമ്പലവും ഒക്കെ ആയിട്ട് നേരത്തെ ഇത് പിന്നെ സാധാരണ ഒരു സെക്രട്ടേറിയറ്റാണ് ഇരുന്നിരുന്നത്. അതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ. ആയില്യത്തിൽ ഇവിടെ നാഗര സാന്നിധ്യമുള്ള ഒരു അമ്പലമാണ്. നാഗരെ മാറ്റവും ഉള്ള ഒരു ഇതാണ്. എങ്കിലും ആർക്കോ ഉപദ്രവമോ മറ്റു കാര്യങ്ങളോ ചെയ്യാത്ത നാഗര സാന്നിധ്യമുള്ള ഒരു ചുറ്റുപാടുള്ള അമ്പലങ്ങളിൽ ഒരു അമ്പലമാണ്. അതോടൊപ്പം തന്നെ ഈ നാട്ടുകാർക്ക് എല്ലാം വിശ്വാസവും മറ്റു കാര്യങ്ങളും ഉള്ള രീതിയിലുള്ള ഒരു അമ്പലമായിട്ടാണ് ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ ഇതില് സാങ്കല്പികമായിട്ട് ഇരിക്കുന്നതില് ഒരു ഭദ്ര ഉണ്ട്. ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്ക് വേണ്ടി ഒരു വടക്കേ നട തുറന്നുള്ള പൂജ വളരെ മാഹാത്മ്യമേറിയതാണ്. അത് കൃത്യമായിട്ട് 2027 വരെയുള്ള ബുക്കിങ്ങും ഒക്കെ ആയിട്ടുണ്ട്. അത് മാസത്തിൽ ഒരു പ്രാവശ്യമേ അത് ആദ്യത്തെ വെള്ളിയാഴ്ച മാത്രമേ തുറക്കുകയുള്ളൂ. അങ്ങനെ എല്ലാ രീതിയിലും ഒരു നാട്ടുകാരിലാണ് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാ നാട്ടുകാരിലുള്ള സകല പേരും നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളും ആരാധിക്കുന്ന ഒരു ദേവീക്ഷേത്രമായിട്ടാണ് ഇതിപ്പം നിലനിൽക്കുന്നത്. നമസ്കാരം. ഇത് എൻ്റെ അച്ഛൻ്റെ കുടുംബ അമ്പലമാണ് കുമ്പളത്തെ ചാമുണ്ടേശ്വരി ക്ഷേത്രം. ഇവിടെ പണ്ട് ഒരു തെക്കതിൻ്റെ രൂപമായിരുന്നു. ഇന്നേത് പല ഘട്ടങ്ങളിലായി പണി പൂർത്തീകരിച്ച് ഇത്രയും നല്ല രീതിയിലുള്ള ഒരു പ്രതിഷ്ഠാ കർമ്മവും എല്ലാ ഉപദേവതകൾക്കും ആലയങ്ങളുമായി നല്ല ഐശ്വര്യപൂർണമായ അമ്പലമായി തീർന്നിരിക്കുകയാണ്. ഒട്ടനവധി ആളുകൾ ഇപ്പോൾ ഇവിടെ ഭക്തജനങ്ങളായിട്ട് പല ദിക്കുകളിൽ നിന്നും വരുന്നുണ്ട്. ഇവിടുത്തെ വടക്കേ നട തുറന്നുള്ള പൂജ വളരെ പ്രാധാന്യമേറിയതാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന വിളിപ്പുറത്തമ്മയാണ് വടക്കേ നട തുറക്കുന്നത്. എല്ലാ ഇംഗ്ലീഷ് മാസം ആദ്യത്തെ വെള്ളിയാഴ്ച ആണ് വടക്കേ. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായിട്ടാണ്. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടി നട തുറന്ന എല്ലാ ആളുകൾക്കും, ഭൂരിപക്ഷ ആളുകൾക്കും അതിന്റെ ഫലപ്രാപ്തി ഉണ്ടായിട്ടുമുണ്ട്. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കുമ്പളത്ത് ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രത്തിലാണ്. 5 ദിവസത്തെ ഉത്സവം ഏപ്രിൽ 27-ാം തീയതി തുടങ്ങി മെയ് 1-ാം തീയതി ഇപ്പൊ സമാപന ഒരു ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നിവിടെ പൊങ്കാല അർപ്പിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയുടെ ഒരു സന്നിധിയിൽ ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന ദേവിക്ക് മുമ്പാകെ നിൽക്കുന്നത്. എന്റെ അറിവുവശ കാലം മുതൽ ഞങ്ങളുടെ കുടുംബക്ഷേത്രം കൂടിയാണ്. അപ്പൊ അറിവുവശ കാലം മുതൽ ഞങ്ങൾ പൊങ്കാല ഇടുന്നുണ്ട്. ഓരോ വർഷം കഴിയുന്തോറും ഓരോ ഡെവലപ്മെന്റ് ആണ് ഈ ഒരു അമ്പലത്തിൽ നടക്കുന്നത്. ഇപ്രാവശ്യം കുറച്ചും കൂടെ സ്പെഷ്യൽ ആണ്. കാരണം പ്രതിഷ്ഠ നടക്കുന്നുണ്ട്. ദേവി ഗോളക പ്രതിഷ്ഠ, അതുപോലെ ഗണപതി അമ്പലം, ഉപദേവന്മാരുടെ പ്രതിഷ്ഠകൾ. അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഉത്സവം ഭയങ്കര ഗംഭീരമായി നടക്കുന്നതാണ്. ഊരൂട്ടമ്പലം, ഗോവിന്ദമംഗലം, കുമ്പളത്ത് ശ്രീ ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രത്തിൻ്റെ വാർഷിക ആഘോഷമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ വർഷം നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ദേവി ഗോളക പ്രതിഷ്ഠയും ശ്രീ ഗണപതി അമ്പലവും ദേവന്മാരുടെ പ്രതിഷ്ഠയും ഉത്സവവും പൊങ്കാലയുമാണ് ഈ വർഷം ഈ സമയം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷ്ഠാ കർമ്മങ്ങൾ മെനഞ്ഞാന്നത്തോടുകൂടി പൂർത്തിയായി. ഇന്ന് ദേവിയുടെ അനുഗ്രഹത്താൽ ഇന്ന് സമൂഹ പൊങ്കാല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിമിഷമാണ് നിങ്ങൾ കാണുന്നത്. എല്ലാ വർഷവും ഇതേ സമയം നമുക്ക് ദേവിയുടെ അനുഗ്രഹത്താൽ പൊങ്കാല കൃത്യനിഷ്ഠയോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുടുംബത്തിൻ്റെ എല്ലാവർക്കുമുള്ള വിശ്വാസം പോലെ തന്നെയാണ്
ഏറ്റവും പ്രത്യേകത ഇവിടുത്തെ നാട്ടുകാരുടെ സഹകരണവും വിശ്വാസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള ദേവിയുടെ അനുഗ്രഹം കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ സമീപ പ്രദേശത്തുള്ള എല്ലാ നിവാസികൾക്കും ഉണ്ടാകും എന്ന് മാത്രം ഞാൻ അറിയിക്കുകയാണ്. ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന്റെ പൊങ്കാലയും തീർച്ചയായും ഇവിടെ നടക്കുന്ന പൊങ്കാലയ്ക്ക് എല്ലാവരുടെയും സാന്നിധ്യം ഈ മഹാപ്രതിഷ്ഠാ ചടങ്ങിന് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് എം പ്രഭാകരൻ നായർ, വൈസ് പ്രസിഡന്റ് KV വേണുഗോപാൽ, സെക്രട്ടറി ചന്ദ്രകുമാർ, ട്രഷറർ ഗോപകുമാർ, ഉത്സവ കമ്മിറ്റി കൺവീനർ പ്രേമകുമാർ എന്നിവർ നേതൃത്വം നൽകി. സമാജ സ്കൂൾ ഓഫ് മ്യൂസിക് അമരവിളയുടെ സംഗീതാർച്ചന, ശ്രീഭദ്ര സംഘം ഊരുട്ടുകാലയുടെ കൈകൊട്ടിക്കളി, നമാമി ശങ്കരം ഭജൻസിന്റെ ഭജന ഇവയെല്ലാം കൊണ്ട് ക്ഷേത്രസന്നിധി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. ഈ ചാമുണ്ടേശ്വരി ക്ഷേത്രം നമ്മുടെ കുടുംബക്ഷേത്രമാണ്. കഴിഞ്ഞ 27-ാം തീയതി മുതൽ ഇതിന്റെ പ്രതിഷ്ഠാ കർമ്മവും ഇന്ന് അതിന്റെ പൂജയോടുകൂടിയുള്ള ഭക്തിയോടുകൂടിയുള്ള നിർബന്ധിതപരമായ പൊങ്കാലയോടുകൂടി ഇന്ന് സമാപിക്കുകയാണ്. നമ്മുടെ കുടുംബക്ഷേത്രമാണ്. കുടുംബക്ഷേത്രത്തിനുപരി നമ്മുടെ എല്ലാ നാട്ടുകാരുടെയും വിശ്വസനീയമായ ഒരു ക്ഷേത്ര മഹോത്സവമാണ് നടക്കുന്നത്. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. സ്ഥലം. ഞാനിവിടെ വന്നിട്ട് 10 വർഷമാണ്. 10ാമത്തെ ഉത്സവമാണ്. ഇവിടെ ഒരു കുടുംബക്ഷേത്രമാണെങ്കിൽ പോലും നാട്ടുകാരുടെ അതീവമായിട്ടുള്ള ഒരു സഹകരണവും കമ്മിറ്റിക്കാരുടെ ഐക്യവും എല്ലാം നല്ല രീതിയിൽ പോകുന്നു. വലിയൊരു മാറ്റമാണ് ഈ അമ്പലത്തിൽ ഉണ്ടാകുന്നത്. ഇനിയും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവിടുത്തെ ചാമുണ്ഡി അമ്മ എന്ന് പറയുന്നത് നമ്മുടെ തൊഴുവം കൂടും കരിക്കകവും പോലുള്ള നല്ല ചൈതന്യ വിശേഷമുള്ള ഒരു കാലപ്പഴക്കമുള്ള ഒരു ചൈതന്യ വിശേഷമുള്ള ഒരു അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. കുമ്പളത്ത് ശ്രീ ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിലെ പൊങ്കാലയാണ്. അപ്പൊ നമ്മള് എല്ലാ വർഷവും ഇവിടെ പൊങ്കാല ഇടുന്നതാണ്. അപ്പൊ ഇന്നും ദേവിയുടെ സന്നിധിയിൽ വന്ന് പൊങ്കാല ഇടാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. എല്ലാ വർഷവും മുടങ്ങാതെ പൊങ്കാല ഇടുന്നതാണ്. ഇന്നും അതിനെ സഹായിച്ചതിൽ സന്തോഷമുണ്ട്. ദേവി എല്ലാ കാര്യങ്ങൾക്കും ദേവി കൂടെ ഉണ്ട്. ദേവി അനുഗ്രഹിക്കും. ദേവിയുടെ അനുഗ്രഹം എന്നും കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു.